നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാരാരിക്കുളത്തെ യുവതിയെ പിതാവ് കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏഞ്ചലിൻ്റേത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയായിരുന്നു. എല്ലാവരോടും ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരി. അത് പക്ഷേ സ്വന്തം വീട്ടിലും ഭർത്തൃവീട്ടിലും മാത്രമാണ്. സ്വന്തം പോരായ്മകളെ സുഹൃത്തുക്കൾക്ക് മുൻപിലോ അയൽക്കാർക്ക് മുൻപിലോ കാണിക്കുവാതെ ജീവിച്ച ഏഞ്ചലിന് പലതും രഹസ്യമാക്കേണ്ടി വന്നു. മകളുടെ രഹസ്യ രാത്രി യാത്രകളെ ആ മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നു. പല കാരണങ്ങളുണ്ടായിരുന്നു അതിന്. പരമ്പരാഗത വിശ്വാസങ്ങളെ പിന്തുടർന്നിരുന്ന മാതാപിതാക്കൾ നേരിട്ടത് സിനിമകളിലും വാർത്തകളിലും കേട്ട് പരിചയിച്ച സാത്താൻ സേവയുടെ മറ്റൊരു ഘട്ടമായിരുന്നു. ഈ സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭർത്താവ് പ്രഹിലുമായി 3 വർഷ ദാമ്പത്യത്തിനിടെ പല സംഭവങ്ങളും ഉണ്ടായി എന്നതായാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വളരെയധികം സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ അപ്രതീക്ഷിത രീതിയിൽ പെരുമാറും. എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകാത്ത അവസ്ഥ. നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെടാ, എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, നിന്നെ പോലീസ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തൽ. പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന ഏഞ്ചൽ അവിടെയും അക്രമകാരിയാവും. ഭക്ഷണം കഴിക്കുമ്പോൾ വഴക്ക് പറയുകയോ മറ്റോ ചെയ്താൽ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ആഹാരം വലിച്ചെറിയും. മുത്തച്ഛനെയോ അമ്മയോ തല്ലുക, അത്തരത്തിൽ പലതും. പരമ്പരാഗത ദൈവവിശ്വാസത്തിനെതിരായുള്ള സാത്താൻ സേവ പോലുള്ള ആചാരങ്ങൾ പിന്തുടരുന്ന ആളായിരുന്നു ഏഞ്ചൽ എന്ന് പരിശോധിക്കുകയാണിപ്പോൾ പോലീസ്. ബൈബിൾ വലിച്ചെറിയുവാൻ എടുത്തപ്പോഴാണ് അവളെ കൊലപ്പെടുത്തിയതെന്നാണ് പിതാവിന്റെ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ഇതായിരുന്നു ഏഞ്ചൽ ആ വീട്ടിലെ ചുവരിൽ കുറിച്ചു വെച്ചിരുന്നത്. അതായത് ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മങ്ങളിൽ നിന്നുമുള്ള മോക്ഷം, ആത്യന്തിക മൂർത്തി. എന്തിനായിരിക്കും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ കുറിച്ചത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ വരികൾ? സാത്താൻ സേവയുമായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസവുമായി അടുത്തു നിൽക്കുന്ന ഒരു വാചകമാണോ ഇതെന്നാണ് സംശയമേറുന്നത്. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോർ എന്ന ഫ്രാൻസിസിന്റെയും ജെസ്സിയുടേതും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകൽച്ചയുണ്ടാക്കുകയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും പുറത്തേക്ക് പോയി. 11 മണിയോടെ വൈകിയെത്തിയപ്പോൾ അത് പിതാവ് ചോദ്യം ചെയ്യുകയായിരുന്നു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോക്ഷാകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയുവാൻ പിടിമുറുക്കിയതോടെ ജോസ്മോൻ കഴുത്തിലും പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിലെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും കഴുത്തുഞെരിച്ച് മരണം ഉറപ്പാക്കുകയായിരുന്നു. കന്യാസ്ത്രീ പഠനം സ്വന്തമായി തിരഞ്ഞെടുത്ത് അത് പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞ് നാട്ടിലെത്തിയ ഏഞ്ചലിനെ അയൽവാസികൾ ഇന്നും ഓർക്കുന്നുണ്ട്. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലും ഇല്ലെന്ന്, കൂടാതെ മുഖം ദേഷ്യഭാവത്തിലായിരുന്നുവെന്നും അവർ പറയുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അവർ അറിഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും അവളുടെ സ്വഭാവം മാറുമെന്നാണ് ഭർത്താവ് പ്രഹിന് മൊഴി നൽകിയിട്ടുള്ളത്. എല്ലാവരോടും ദേഷ്യം വെച്ച് പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും സൗമ്യമായി ഇടപെട്ടു തുടങ്ങി. രാത്രി യാത്രയ്ക്കപ്പുറം കൊലപാതകത്തിലേക്ക് മറ്റു കാരണങ്ങൾ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് ഈ അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഇത് തന്നെയാണ് കാരണമെന്ന് ഉറപ്പിക്കുവാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുമില്ല. ചൊവ്വാഴ്ച 9:30 മടങ്ങിയെത്തി തിരിച്ചുപോയ ഏഞ്ചൽ 11:30 വരെ എവിടെയായിരുന്നു? ഒറ്റയ്ക്കുള്ള രാത്രി യാത്രകളും വിചിത്ര സ്വഭാവവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി നിൽക്കുന്നു. താമസിച്ചു വരുന്നത് ഒരു കൊലപാതകത്തിന് കാരണമായി മാറില്ല. കൊന്നേ അടങ്ങൂ എന്ന തീരുമാനത്തിൽ മാതാപിതാക്കൾ എത്തുകയുമില്ല. പിന്നെ എന്ത്? ഫ്രാൻസിസിന്റെ ബന്ധുക്കളും ജെസ്സിയുടെ ബന്ധുക്കളും മാത്രമേ ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ മുഖം കണ്ടിരുന്നുള്ളൂ. 15 വർഷമായി സഹിക്കുന്നു സാറേ എന്ന് ആ മാതാപിതാക്കൾ പറയുമ്പോൾ അവർ നേരിട്ടിരുന്ന ഭയാനകത വ്യക്തമാണ്. മകൾക്ക് അനുസരണ തൊട്ടു തീണ്ടിയിട്ടില്ല. കന്യാസ്ത്രീയാകാൻ വിട്ടപ്പോൾ അത് പറ്റില്ലെന്ന് കണ്ട് തിരിച്ചു വന്നു. പിന്നീട് മകളെ പ്രഹിനെ കൈപിടിച്ചു നൽകി. പക്ഷേ 3 വർഷത്തിനിടെ പലതവണ ദമ്പതികളുടെ പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് ആ കുടുംബം മാനസിക സംഘർഷം നേരിട്ടു. സാധാരണഗതിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ട പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ കഴിയണമെന്നാണ് സാധാരണ മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ ആ മാതാപിതാക്കളും ആഗ്രഹിച്ചത് അത് തന്നെയാണെങ്കിലും അത് മാത്രം നടന്നില്ല. ഇരുവർക്കും മക്കളുമില്ല. അതുകൊണ്ട് തന്നെ കുത്തൊഴിഞ്ഞ ജീവിതമാണ് അവളുടേതെന്ന പലരുടെയും ഏഷണി ഈ മാതാപിതാക്കൾക്ക് മറ്റൊരു വേദനയായി മാറി. പതിവ് പോലെ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ജോലി കഴിഞ്ഞ് 9:30 പുറത്തേക്ക് പോകുന്നു. അപ്പോഴും ആ പിതാവ് അത് തടയുന്നു. പോകരുതെന്ന് വിലക്കിനെ മറികടന്ന് തൻ്റെടിയായ മകൾ പോയ അമർഷം അടക്കിവെച്ച പിതാവ് ഏതു വിധേനയും ആ പെൺകുട്ടിയെ കൊല്ലുവാൻ മനസ്സുകൊണ്ട് തന്നെ ഉറച്ചു. പിന്നാലെ മകൾ എത്തുമ്പോൾ ഇതേ ചൊല്ലി തർക്കമുണ്ടാവുകയും പിതാവും മകളും അടിപിടിയാവുകയും ചെയ്യുന്നു. ഫ്രാൻസിസിനെ തള്ളിമാറ്റുന്നത് കണ്ട ജെസ്സി മകളെ കൈയോടെ പിടിച്ചപ്പോൾ തറയിൽ വീണ തോർത്തെടുത്തായിരുന്നു ജാസ്മിന്റെ കഴുത്ത് മുറുക്കിയത്. ശാരീരികമായി പ്രതിരോധിക്കുവാൻ കഴിവുള്ള മകൾ ഇത് പ്രതിരോധിക്കുന്നു. ഇതിനിടയിൽ ബോധരഹിതയായപ്പോൾ എല്ലാവരും ഒന്ന് പകയ്ക്കുകയും പിന്നീട് ഫ്രാൻസിസ് തന്നെ തോളിൽ കയറ്റി കിടത്തി മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ഈ സമയം ശ്വാസം എടുക്കുന്നത് കണ്ടതോടെ വീണ്ടും ഫ്രാൻസിസ് നിലമറന്ന് കഴുത്തിൽ കുരുക്ക് മുറുക്കുകയായിരുന്നു. മകളുടെ മരണം വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജെസ്സി കയ്യിൽ മുറുകെ പിടിച്ചതും.
പിന്നീടാണ് ഇവർ രക്ഷപ്പെടുവാനുള്ള വഴി തേടി ബന്ധുവിനെ ബന്ധപ്പെടുന്നത്. ജാസ്മിൻ നിരന്തരമായി വീട്ടിൽ വഴക്കുണ്ടാക്കും, മുത്തശ്ശനെ തല്ലും, എല്ലാം കൊണ്ടും സഹിക്കിട്ട് ഒരു കുടുംബം മുഴുവൻ അവളുടെ കാലന്മാരായി. കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വിലക്കിയിട്ടും വീണ്ടും പോലുള്ള വിരോധം പറഞ്ഞാൽ അനുസരിക്കാത്തതുമാണ് ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പിതാവ് നൽകിയിരിക്കുന്ന മൊഴി. തെളിവെടുപ്പിനിടെയാണ് ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചത്. ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും തന്നെ ഈ വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നു. മകളുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ ജോസ്മോൻ ഭാര്യയും പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവസാനമായി മകളെ കാണുവാൻ പോലും ഇരുവരും ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. ചോദ്യം ചെയ്യലിൽ ജെസ്സി കരഞ്ഞുവെങ്കിലും പിന്നീട് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. പകൽ ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രിയിൽ സെക്യൂരിറ്റി പണിയും ചെയ്ത് കുടുംബം നോക്കിയിരുന്ന ജോസ്മോനോട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. എന്താണ് ആ വീട്ടിൽ നടന്നിരുന്നത് എന്നത് ഇപ്പോഴും രഹസ്യമാണ്. മകളുടെ ഇത്തരത്തിലുള്ളൊരു സ്വഭാവത്തെക്കുറിച്ച് ആ പിതാവോ മാതാവോ മറ്റുള്ളവർ അറിയാതെ സൂക്ഷിച്ചിരുന്നു. പക്ഷെ വീടിനുള്ളിൽ ഇത് ഒതുക്കി തീർക്കാൻ നോക്കിയിട്ടും ആ മാതാപിതാക്കൾക്ക് മകളെ നഷ്ടമാകുന്നൊരു അവസ്ഥ എത്തുകയായിരുന്നു. ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്നൊരു മുൾമുനയിൽ നിന്നതുകൊണ്ട് തന്നെ ഭർത്താവുമായി പിരിഞ്ഞു തന്നെ ഈ പറയുന്ന തരത്തിൽ കുടുംബത്തിലേക്ക് വന്ന് നിൽക്കേണ്ട അവസ്ഥ ഏഞ്ചലും എത്തുന്നു. എന്നാൽ മുത്തച്ഛൻ സേവ്യർ, മുത്തശ്ശി സൂസമ്മ, സഹോദരി ബ്ലേസി എന്നിവരടക്കമുള്ള ബന്ധുക്കൾ ചേർന്നാണ് ഏഞ്ചലിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഒപ്പം ഏഞ്ചലുമായി അകന്നു കഴിയുകയായിരുന്ന ഭർത്താവ് പ്രഹിലും ഈ വീട്ടിലും സംസ്കാരം നടന്ന ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലും എത്തിയിരുന്നു. ഏഞ്ചൽ എന്തുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവങ്ങളൊക്കെ വച്ചു പുലർത്തിയിരുന്നത്? ലാബ് ടെക്നീഷ്യൻ ആയിരുന്ന ഈ യുവതിക്ക് ഒരുപക്ഷെ ചെറുപ്പകാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പേടിപ്പെടുത്തലോ മറ്റു ബന്ധുക്കളിൽ നിന്നുള്ള ഏതെങ്കിലും ഭയാനകമായ ഇടപെടലോ ഉണ്ടായോ എന്നത് സംശയകരമാണ്. ഇത്തരം മാറ്റങ്ങൾ പ്രകടമാകുമ്പോൾ ഒരുപക്ഷെ മാനസിക വിരുദ്ധനെ കാണിച്ച് ചികിത്സ ഉറപ്പാക്കാമായിരുന്നു. അത് ചിലപ്പോൾ യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കൾക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അവർ കണ്ടത് അഹങ്കാരിയും മാതാപിതാക്കളെ ആക്രമിക്കുന്ന മകളെയുമായിരുന്നു. കൂടാതെ മകൾ തിരുവസ്ത്രം അണിഞ്ഞ് എത്തുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും പിന്നീട് പോയ വഴികളൊക്കെ ഏത് തരത്തിലായിരുന്നു എന്നതും ചിന്തിക്കാൻ കഴിയുന്നതും അപ്പുറമായിരുന്നു. പിന്നീട് കണ്ടത് മുഴുവൻ മറ്റൊരു മകളെ കുറിച്ചായിരുന്നു. 15 വർഷമായി ആ മകളെ സഹിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വാർദ്ധക്യത്തിലും ഇത്തരമൊരു അവസ്ഥ തങ്ങൾക്കിനി വരരുത് അല്ലെങ്കിൽ തങ്ങൾക്കിനി ഉണ്ടാകരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഒരു കുടുംബം മുഴുവനും ആ പെൺകുട്ടിയെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.